Hello friends, welcome back to the book house. Let's open our book. നമ്മൾ ഇന്നൊരു നോവൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഏതാണ് ആ നോവൽ? ജോർജ് എലിയറ്റിൻ്റെ മിഡിൽ മാർച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോവൽ. നമുക്കറിയാം ജോർജ് എലിയറ്റ് എന്ന് പറയുന്ന ആരുടെ പെൻനെയിമാണ്? മേരി ആൻ ഇവാൻസിൻ്റെ പെൻനെയിമാണ് ജോർജ് എലിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മേരി ആൻ ഇവാൻസിൻ്റെ മിഡിൽ മാർച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോവൽ. മിഡിൽ മാർച്ച് എ സ്റ്റഡി ഓഫ് പെൻഷൻ ലൈഫ് എന്നാണ് ആ നോവലിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഇതെന്ന് പറയുന്നത് എങ്ങനത്തെ ഒരു നോവലാണ്? ഇതൊരു വിക്ടോറിയൻ നോവലാണ്, അതുപോലെ ഒരു റിയലിസ്റ്റ് നോവലാണ്, ഒരു വിക്ടോറിയൻ റിയലിസ്റ്റ് നോവലാണ്. ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1871-72 കാലഘട്ടങ്ങളിലായിട്ടാണ്. ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ നോവൽ എന്താണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? ഒരു ടൗൺ, ഒരു ചെറിയ ഒരു ഇംഗ്ലീഷ് ടൗൺ ഓഫ് മിഡിൽ മാർച്ച്, അവിടുത്തെ ജീവിതം, അതിൻ്റെ ഒരു ട്രയൽസ് ആൻഡ് ട്രൈബുലേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ നോവലിലുടനീളം കാണുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ആയിട്ട് ഒരുപാട് പ്രശംസയൊക്കെ പിടിച്ചു പറ്റിയ ഒരു നോവലാണ് നമ്മുടെ മിഡിൽ മാർച്ച് എന്ന് പറയുന്നത്. അതുപോലെ റേഡിയോ, ടെലിവിഷൻ, തിയേറ്റർ, ഒപ്പേറയൊക്കെ ആയിട്ട് പല ഫോംസിൽ ഈ നോവൽ അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മിഡിൽ മാർച്ചിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സമ്മറി പറയുന്നതിന് മുന്നേ ക്യാരക്ടേഴ്സിനെ പറ്റി അറിയണം. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയുണ്ട്? ഡൊറോത്തി ബ്രൂക്ക് ഉണ്ട്, സീലിയ ബ്രൂക്ക് ഉണ്ട്, മിസ്റ്റർ ബ്രൂക്ക് ഉണ്ട്, അതുപോലെ എഡ്വേർഡ് കാസാബോൺ ഉണ്ട്, സർ ജെയിംസ് ചേറ്റം ഉണ്ട്, മിസ്റ്റർ ചാൽവോൾഡർ ഉണ്ട്, മിസ്സസ് കാഡ്വോൾഡർ ഉണ്ട്, അതുപോലെ പിന്നെ ആരുണ്ട്? വിൽ ലാഡിസ്ല ഉണ്ട്, ഡോക്ടർ ടേർട്ടിസ് ലൈഗേറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ റോസമോൻ വിൻസി, മിസ്റ്റർ വിൻസി, മിസ്സസ് വിൻസി, ഫ്രെഡ് വിൻസി, മേരി ഗാത്ത്, അതുപോലെ തന്നെ കലേബ് ഗാത്ത്, മിസ്സസ് ഗാത്ത്, മിസ്റ്റർ ഫെദർസ്റ്റോൺ, മിസ്റ്റർ റിഗ്, മിസ്റ്റർ ബ്ലഡ്സ്റ്റാർട്ട്, മിസ്സസ് ബ്ലഡ്സ്റ്റാർട്ട്, മിസ്സസ് വാല്യൂ, ഫെയർബ്രദർ, അതുപോലെ മിസ്റ്റർ ടൈക്ക്, നൗമാൻ ട്രംബിൾ, അതുപോലെ മിസ്റ്റർ റാഫൽസ്, ക്രിസ്റ്റി ഗാത്ത്, ക്യാപ്റ്റൻ ലൈഗ്രേറ്റ്, ഗോഡ്വിൻ ലൈഗേറ്റ്, അതുപോലെ മിസ് നോബിൾ, നെഡ് പ്ലെയിംഡെയിൽ, മിസ്സസ് പ്ലെയിംഡെയിൽ, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് നോവലിൻ്റെ സമ്മറിയിലേക്ക് പോവാം. അപ്പം ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡൊറോത്തി ബ്രൂക്കിനെയാണ്. DOROTHEA ഉണ്ട് കേട്ടോ. ഡൊറോത്തി ബ്രൂക്ക്, BROOKE ബ്രൂക്ക്. അപ്പോൾ ഈ ഡൊറോത്തി ബ്രൂക്ക് ആരാണ്? മിസ്റ്റർ ബ്രൂക്ക് വളർത്തിക്കൊണ്ടുവരുന്ന 2 പെൺകുട്ടികൾ. മിസ്റ്റർ ബ്രൂക്ക് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ അച്ഛനല്ല, അങ്കിളാണ്, ബാച്ചിലറാണ് അദ്ദേഹം 2 പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നു. അതിൽ ഓൾഡസ്റ്റ് ആണ് നമ്മുടെ ഡൊറോത്തി ബ്രൂക്ക് എന്ന് പറയുന്നത്. ഡൊറോത്തിയെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഭയങ്കര റിലീജിയസ് ആണ്, പയസ് ആയിട്ടുള്ളൊരു ഗേളാണ്, ഗേളാണ്. നമ്മുടെ ഡൊറോത്തി മിസ്റ്റർ കാസബോൺ, CASAUBON, കാസബോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ അദ്ദേഹം അവളെ ഇമോഷണലിയും അതുപോലെ തന്നെ മെൻ്റലിയും സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണ്. ഡൊറോത്തി എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള ഫെയർലി വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. പക്ഷേ പുറം ലോകത്തെ പറ്റി അവൾ ഭയങ്കര നെയ്വാണ്. അപ്പോൾ അവളുടെ മാരേജ് ഒരു അട്ടർ ഡിസപ്പോയിൻമെൻ്റ് ആയി മാറുമ്പോൾ അവളൊരു കാര്യം മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ ഷീസ് ഫോഴ്സ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ ലേൺ. എന്താണ് അവൾ മനസ്സിലാക്കുന്നത്? മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ കൂടി തൻ്റെ ജീവിതത്തിൻ്റെ ജീവിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എയിമിലേക്ക് എത്താനോ ഒക്കെ കഴിയില്ല എന്നവൾ മനസ്സിലാക്കുകയാണ്. അവളുടെ ലൈഫിൽ ആ ഒരു ലൈഫിൻ്റെ പേർപ്പസ് അവൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല താൻ ജീവിക്കേണ്ടത്. തൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് തന്നെ പറ്റുള്ളൂ, അവളുടെ എഫേർട്സ് മാത്രമേ അവളെ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നവൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്ന രണ്ടാമത്തെ പെൺകുട്ടി അത് സീലിയ ബ്രൂക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അങ്കിൾ വളർത്തിക്കൊണ്ടുവരുന്ന പെൺകുട്ടികൾ രണ്ടാമത്തവൾ ഡൊറോത്തിയുടെ സിസ്റ്ററാണ്. അപ്പോൾ അവൾ ഒരു ഓർഡിനറി ആയിട്ടുള്ള കുറച്ച് കാമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ കൺവെൻഷൻസിനെ ഒന്നും ചലഞ്ച് ചെയ്യാൻ അവൾ ഉദ്ദേശിക്കുന്നില്ല, വളരെ ഓർഡിനറിയാണ്. പക്ഷേ മിഡിൽ മാർച്ച് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ സ്ഥലത്തെ ആൾക്കാർ, അവരുടെ ജീവിതങ്ങൾ, അതിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഷീ ഈസ് സെൻസിബിൾ ആൻഡ് വെരി പേഴ്സ്പെക്റ്റീവ്. അതുപോലെ അവൾ മാരി ചെയ്യുന്നത് ഒരു മനുഷ്യനെ അവൾ മാരി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് സർ ജെയിംസ് ചേറ്റമാണ്. ജെയിംസ് എന്ന് പറയുന്നത് വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡിനെക്കാളും എന്തുകൊണ്ടും ഒരു മച്ച് ബെറ്റർ മാച്ചാണ് അദ്ദേഹം. അതുപോലെ തന്നെ അവളുടെ ചേച്ചിയുടെ ലൈഫ് പോലെ അല്ലെങ്കിൽ ആ ഒരു യൂണിയൻ പോലെ അത്ര മോശമാവുന്നില്ല, ഫാർ ബെറ്റർ ആയിരുന്നു അവൾക്ക് കിട്ടിയ
നമ്മുടെ ഈ സർ ജെയിംസ് ചേറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഇവരെ വളർത്തിക്കൊണ്ടുവന്ന മിസ്റ്റർ ബ്രൂക്കിനെയാണ്. മിസ്റ്റർ ബ്രൂക്ക് ആരാണെന്ന് നമ്മൾ പറഞ്ഞു, ഡൊറോത്തിയുടെയും സീലിയയുടെയും ഗാർഡിയനാണ്, അങ്കിളാണ്. അങ്കിൾ എന്ന് പറയുമ്പോൾ അവരുടെ മരിച്ചുപോയ അച്ഛൻ്റെ ബ്രദറാണ്. അദ്ദേഹം വളരെ ഒരു സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. എന്തിനെ പറ്റിയാണ്? സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ള കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു മിസ്റ്റർ ബ്രൂക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവരുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാരെ പറ്റിയാണ് കൂടുതലായിട്ട് നോക്കുന്നത്. ആദ്യം എഡ്വേർഡ് കാസബോൺ. നമ്മൾ പറഞ്ഞു ഡൊറോത്തിയുടെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഹസ്ബൻഡാണ് എഡ്വേർഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ക്രസ്റ്റി ആയിട്ടുള്ള ഓൾഡ് സ്കോളറാണ്. അദ്ദേഹം മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ തന്നെ ഇമോഷൻസോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ നമ്മൾ കാണുന്നത് അദ്ദേഹം ഒരു പ്രൊജക്റ്റിൽ അത്രയധികം ഇൻവോൾവ്ഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് ദ കീ ടു ഓൾ മിത്തോളജീസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ എല്ലാ ലേണിങ്സിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ദിസ് പ്രോജക്റ്റ് സപ്പോസ് ടു ഇൻറ്റഗ്രേറ്റ് ഓൾ ഹിസ് ലൈഫ് ലേണിങ്സ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ലേണിങ്സിനെ എല്ലാം കൂടി സമന്വയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്റ്റാണത്. ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ പ്രൊജക്റ്റിൻ്റെ ഒരു സ്ലേവായിട്ട് മാറുന്ന പോലെ അത്രയ്ക്ക് എഫേർട്ട് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഇത് എഴുതി തീർക്കാനോ ഇത് ഫിനിഷ് ചെയ്യാനോ ഉള്ളൊരു ഇൻറ്റൻഷൻ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ സ്നേഹിക്കാനും സ്നേഹവും ഇമോഷൻസും മനസ്സിലാക്കാനുള്ള എബിലിറ്റി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എഴുതാനും അല്ലെങ്കിൽ അതിൽ ജീവിക്കാനുള്ള ആ ഒരു എബിലിറ്റിയും ഒക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹീ ഈസ് എ മാൻ പ്രോൺ ടു ജെലസി ആൻഡ് ഇൻസെക്യൂരിറ്റി. ഒരുപാട് അസൂയയും ഇൻസെക്യൂരിറ്റിയും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ ഒരു അസൂയയും ഇൻസെക്യൂരിറ്റിയും എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മേലാണ് അദ്ദേഹം കാണിക്കുന്നത്. അങ്ങനെ ഭാര്യയ്ക്ക് ഇതൊരു ഗ്രേറ്റ് ബേർഡൻ ആയിട്ട് മാറുകയാണ് അദ്ദേഹത്തിൻ്റെ യങ് വൈഫായിട്ടുള്ള ഡൊറോത്തിക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഡ്വേർഡ് കാസബോണിനെ കാണുന്നത്. ഇനി നമ്മൾ കാണുന്നത് സീലിയയുടെ ഹസ്ബൻഡായിട്ടുള്ള സർ ജെയിംസ് ചേത്തത്തിനെയാണ്. സർ ജെയിംസ് CHETTAM അങ്ങനെയാണ് സ്പെല്ലിങ് വരുന്നത്. അപ്പം നമ്മൾ നോവലിൻ്റെ തുടക്കത്തിൽ കാണുന്നത് ഇദ്ദേഹത്തിന് താല്പര്യം ഡൊറോത്തിയോടായിരുന്നു. ഡൊറോത്തിയെ പെർസ്യൂ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഡൊറോത്തിയുടെ ഹസ്ബൻഡായിട്ടുള്ള ഒരു കാസബോനുമായിട്ട് എൻഗേജ്ഡ് ആയി അല്ലെങ്കിൽ അവർ റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹം അത് വിടുന്നുണ്ട്. അത് ഗിവ് അപ്പ് ചെയ്തിട്ട് പിന്നീടാണ് അദ്ദേഹം സീലിയയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. ഇദ്ദേഹം വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഡൊറോത്തിക്ക് കുറേ പ്ലാൻസ് ഉണ്ട്. എന്ത് പ്ലാൻസാണ്? അവിടുത്തെ റൂറൽ ഫോക്കിൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. ആ പ്ലാൻസൊക്കെ വളരെ നന്നായിട്ട് ലിസൺ ചെയ്യുന്ന നല്ലൊരു കേൾവിക്കാരനൊക്കെയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഈ പ്ലാൻസിൽ അവളെ ഹെൽപ്പ് ചെയ്യാൻ, ഈ പ്ലാൻസ് ഒരു റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതും ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ നോവലിലെ നമ്മൾ കാണുന്ന മെജോറിറ്റി ആണുങ്ങളെ പോലെ അല്ല അദ്ദേഹം ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് ചിന്തിക്കുന്നില്ല? അതായത് ഈ നോവലിലെ മറ്റു പുരുഷന്മാർ പലരും ചിന്തിക്കുന്നത് സ്ത്രീകൾ വീക്കായിരിക്കണം, ഓർണമെൻ്റലായിരിക്കണം, അതുപോലെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ ലിമിറ്റഡ് ആയിരിക്കണം, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ്. അവരെ പോലെ അല്ല ഇദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നൊരു മനുഷ്യനല്ല. അദ്ദേഹത്തിൻ്റെ അത്തരം ചിന്താഗതിയൊക്കെ കാരണം തന്നെ സീലിയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഡൊറോത്തിയുമായിട്ട് അദ്ദേഹത്തിന് വളരെ നല്ലൊരു സൗഹൃദവുമുണ്ട്. ഇനി നമ്മൾ കാണുന്ന മിസ്റ്റർ കാഡ്വാൾഡറെയാണ്. മിസ്റ്റർ CADWALLADR കാഡ്വാൾഡർ. അദ്ദേഹം സർ ജെയിംസിൻ്റെ പാരിഷിലൊരു പ്രീച്ചറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റഡ് ഫ്രണ്ടും അഡ്വൈസറും ഒക്കെയാണ്. ഒരു കൈൻഡായിട്ടുള്ള സ്ട്രോങ് ഒപ്പീനിയൻസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുപോലെ തന്നെ സർ ജെയിംസിൻ്റെ എസ്റ്റേറ്റായ ഫ്രഷിറ്റിൽ അദ്ദേഹം എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഒക്കേഷൻസിനും ഒക്കെ വരാറുണ്ട്, കാഷ്വൽ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ വൈഫിനെ കാണുന്നുണ്ട്, മിസ്സസ് കാഡ്വാൾഡർ. അവരെങ്ങനെയാണ്? അവർ ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പിന്നെ അവരെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ നെയ്ബോർഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി ഇവർക്കറിയാം. അങ്ങനെ ഒരു സ്ത്രീയാണ് അവർ. അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു അല്പം ക്യൂരിയോസിറ്റി അധികമുള്ള അയൽവക്കത്തെ ആൻറ്റി. അതാണ് നമ്മുടെ മിസ്സസ് കാഡ്വാൾഡർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണുന്നത് വിൽ ലാഡിസ്ലോയാണ്. വിൽ LADISLAW ലാഡിസ്ലോ. അദ്ദേഹം ആരാണ്? മിസ്റ്റർ കാസബോണിൻ്റെ യങ് കസിനാണ്. അദ്ദേഹം വളരെ കൈൻഡാണ്, പ്രൗഡാണ്, അതുപോലെ ഇൻ്റലിജൻ്റ് ആണ്. പക്ഷേ ഈ വിൽ ലാഡിസ്ലോ നമ്മുടെ കാസബോണിൻ്റെ കസിനാണെങ്കിലും അദ്ദേഹത്തിനേക്കാൾ താഴ്ന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാൻഡിംഗ് ആണുള്ളത്. ബിക്കോസ് കാസബോണിൻ്റെ മദറും
ഗ്രാൻഡ് മദർ എന്താണ് ചെയ്തത്? മാരീഡ് ബിനീത്ത് ദംസെൽഫ്. അങ്ങനെ ഇവഞ്ച്വലി എന്ത് ചെയ്തു? അവരെ ഡിസോൺ ചെയ്യുന്നതിലേക്കൊക്കെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്ര നല്ലൊരു സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് അല്ല ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം നമ്മുടെ ഡൊറോത്തിയുടെ ട്രൂ ലവ് ആണ്. അതുപോലെ തന്നെ ബോത്ത് ഓഫ് ദം ബ്രിങ് ഔട്ട് ദി ബെസ്റ്റ് ഇൻ ഈച്ച് അതർ. അതുപോലെ തന്നെ എന്താണ്? പരസ്പരം ഒരാളുടെ ദി ബെസ്റ്റ് വേർഷനെ ബ്രിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ട്രൂ ലവേഴ്സാണ് അവർ. ഇനി നമ്മൾ കാണുന്ന ഡോക്ടർ ടെറിറ്റസ് ലൈഡ്ഗേറ്റ്. ഡോക്ടർ TERTIUS LYDGATE, ടെറിറ്റസ് ലൈഡ്ഗേറ്റ്. അദ്ദേഹം 30കളിലുള്ള ഒരു ഗുഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഗുഡ് സോഷ്യൽ കണക്ഷൻസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. മിഡിൽ മാർച്ചിൽ പുതിയതായിട്ട് വരുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലോട്ട് ഓഫ് ക്രിറ്റിസിസം ഗെയിൻ ചെയ്യുന്നുണ്ട് ഫോർ ഹിസ് ന്യൂ മെത്തേഡ്സ്. അതുപോലെ തന്നെ ഔട്ട്സൈഡർ സ്റ്റേറ്റസും, പുറത്തുനിന്ന് വന്ന ആളാണല്ലോ, ആ ഒരു സ്റ്റേറ്റസും അദ്ദേഹത്തിൻ്റെ ന്യൂ മെത്തേഡ്സും ഒക്കെ കാരണം അദ്ദേഹത്തിന് കുറേ ക്രിറ്റിസിസം ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര പ്രൗഡ് ടു ഫോൺ ബ്രൈറ്റ്. ആൻഡ് അതുപോലെ അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം മെഡിസിനിൽ ഒരു ഇന്നവേറ്ററാണ്, ഒരു ഗ്രേറ്റ് ഇന്നവേറ്ററാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ളൊരു കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ വെച്ചിട്ട് റോസമോണ്ടിനെ സ്നേഹിക്കുന്നുണ്ട്, പ്രണയത്തിലാവുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ദോ ഹിസ് ഫിനാൻസസ് ആർ ലെസ് ദാൻ ഐഡിയൽ, എന്നിരുന്നാൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ച റോസമൗണ്ടിനെ പറ്റി നമുക്ക് നോക്കാം. റോസമൗണ്ട് വിൻസി. റോസമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഒരു എംപ്റ്റി ഹെഡഡ് ആയിട്ടുള്ള യങ് വുമൻ ആണെന്നാണ് പറയുന്നത്. അതായത് അവിടെ സോഷ്യൽ ഗ്രേസസും മാനേഴ്സും ഒക്കെ പെർഫെക്റ്റ് ആണ്, ആ കാര്യത്തിലൊക്കെ അവർ പെർഫെക്റ്റ് ആണ്. എന്നിരുന്നാൽ പോലും എംപ്റ്റി ഹെഡഡ് ആണെന്നാണ് പറയുന്നത്. അവർ ലൈഡ്ഗേറ്റിനെ സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലൈഡ്ഗേറ്റിനെ സ്നേഹിക്കുന്നത്? ബിക്കോസ് ഹീസ് എൻ ഔട്ട്സൈഡർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറേ ഇമ്പ്രസീവ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അതുപോലെ അവളെ ഭയങ്കരമായിട്ട് ഇയാൾ എപ്പോഴും ഫ്ലാറ്റർ ചെയ്യും. ഇതൊക്കെ കൊണ്ടാണ് ഇയാളെ എന്ത് ചെയ്യുന്നത്? ഇവൾ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അവൾക്ക് എപ്പോഴും മെയിൽ സ്വീറ്റേഴ്സിൽ നിന്നും കുറേ അറ്റൻഷനൊക്കെ കിട്ടാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതക്കാരിയാണ്. ഈവൻ ആഫ്റ്റർ മാരേജ് അവൾ അങ്ങനെ തന്നെയാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി ഫൈനസ്റ്റ് തിങ്സ് അറൗണ്ട് ഹർ. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യാണ്? കുറേ കാര്യങ്ങൾ, അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതായത് എക്സ്പെൻസീവ് പൊസഷൻസ്, ഫർണിച്ചേഴ്സ്, അതുപോലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ലൈഡ്ഗേറ്റിനെക്കാളും എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ട്രഷർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവർ, റോസമൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് കോസസ് ഗ്രേറ്റ് ഡിസ്കോർഡ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മിസ്റ്റർ വിൻസിയാണ്. മിസ്റ്റർ വിൻസി എന്ന് പറയുന്നത് നമ്മുടെ റോസമൗണ്ട്, അതുപോലെ റോസമൗണ്ടിൻ്റെയും ഫ്രെഡിൻ്റെയും ഫാദറാണ്. അദ്ദേഹം മിഡിൽ മാർച്ചിലെ മേയറാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഫോർമോസ്റ്റ് ഫാമിലിയാണ് ലോക്കൽ സൊസൈറ്റിയിൽ. അദ്ദേഹം ഒരു നല്ല ഡീലിങ്സ് ഒക്കെ ഉള്ളൊരു മെർച്ചൻ്റാണ്. ക്ലോത്താണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. ഭയങ്കര റിച്ചൊന്നും അല്ല, പക്ഷേ ആ ബിസിനസ്സിൽ നിന്ന് അവർക്ക് കാശൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ മിസ്റ്റർ വിൻസി വെരി എക്കണോമിക്കലായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് മിസ്സസ് വിൻസി എന്ന് പറയുന്നത് അവരുടെ ഡോട്ടറായിട്ടുള്ള റോസമോണ്ട് മിക്കവാറും അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഫ്ലോസിൻ്റെയും ഒരു ഒറിജിനേറ്റർ ആയിട്ടാണ് നമ്മൾ മിസ്സസ് വിൻസിയെ കാണുന്നത്. അവരും മകളെപ്പോലെ തന്നെ എംപ്റ്റി ഹെഡഡ് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ഇവരാണ് മകൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഹസ്ബൻഡിൻ്റെ നീഡ്സിനെക്കാളും അല്ലെങ്കിൽ ഹസ്ബൻഡിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്, അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള ആ ഒരു ഐഡിയ മകളിലേക്ക് എത്തിക്കുന്നത് മിസ്സസ് വിൻസിയാണ്. അവരൊരു മോശം സ്ത്രീയൊന്നും അല്ല, എന്നിരുന്നാൽ പോലും ഷീ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ബീങ് ഫ്ലോഡ്. അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡിനെ പോലെ അത്ര സ്റ്റഡി ആയിട്ടുള്ളൊരു വുമനായിട്ട് അവരെ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നമ്മൾ കാണുന്നത് ഫ്രെഡ് വിൻസിയാണ്. ഫ്രെഡ് വിൻസി വിൻസിയുടെ ഒരേ ഒരു മകനാണ്, അതായത് നമ്മുടെ റോസമോണ്ടിൻ്റെ ബ്രദറാണ്. അയാളാവട്ടെ വളരെ സ്പെൻഡ്രിഫ്റ്റ് ആയിട്ടുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു യങ് മാനാണ്. ദോ ബൈ ദ എൻഡ് ഓഫ് ദ നോവൽ ഹി ഈസ് ഡൂയിങ് ഡെഡിക്കേറ്റ്ലി ബെറ്റർ. പക്ഷെ നമ്മൾ നോവൽ തുടങ്ങുമ്പോൾ കാണുമ്പോൾ അങ്ങനെയല്ല, ഭയങ്കര സ്പെൻഡ്രിഫ്റ്റ് ആയിട്ടുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹീ ഈസ് ഇൻ ലവ് വിത്ത് മേരി ഗാർത്ത് എന്ന് പറയുന്നത് അയാളെക്കാളും ഒരു വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു സോഷ്യൽ സ്റ്റാൻഡിങ്ങും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് മേരി ഗാർത്ത് എന്ന് പറയുന്നത്. മേരി ഗാർത്തുമായിട്ട് ഇയാൾ പ്രണയത്തിലാണ്. എന്നിരുന്നാൽ പോലും സോഷ്യൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യത്തിൽ മേരി ഗാർത്ത് കുറച്ച് താഴെ നിൽക്കുകയാണെങ്കിലും മേരി ഗാർത്ത് ഇയാളെക്കാളും വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ പ്രോസ്പർ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ഹാർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
ഇനി നമ്മൾ കാണുന്നത് മേരി ഗാത്തിനെയാണ്. അതിനുശേഷം ഗാത്തിൻ്റെ ഫാമിലിയെ നമ്മൾ പരിചയപ്പെടും. ഗാത്ത് ഫാമിലിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ചൈൽഡാണ് നമ്മുടെ മേരി ഗാത്ത്. മേരി ഗാത്ത് മിസ്റ്റർ ഫെദർസ്റ്റോൺ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് സ്റ്റോൺ കോർട്ടിൽ വർക്ക് ചെയ്യുകയാണ്. ഈ ഫെദർസ്റ്റോൺ മരിച്ചു പോകുന്നത് നമ്മൾ നോവലിൽ കാണുന്നുണ്ട്. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, സ്റ്റോൺ കോർട്ടിൽ എന്ത് ചെയ്യാണ്, മേരി വർക്ക് ചെയ്യാണ്. അവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അതുപോലെ ലിറ്ററേച്ചറിനെ പറ്റിയൊക്കെ കുറച്ച് അറിവൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അതുപോലെ തന്നെ ഷീ ഓൾസോ ഹാസ് ഗുഡ് എക്സ്പീരിയൻസ് വിത്ത് ഹ്യൂമൻ നേച്ചർ. അവൾ ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ഫ്രെഡിനെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ മേരി ഗാർത്താണ്. ഇനി നമ്മൾ അവളുടെ ഫാമിലിയെ പരിചയപ്പെടുകയാണ്. അവളുടെ അച്ഛൻ കലൈബ് ഗാത്ത്. അദ്ദേഹം ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു എസ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ വെറുതെ മാനേജ് ചെയ്യല്ല, എസ്റ്റേറ്റിന് വേണ്ടിയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും അതുപോലെ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സും ഒക്കെ ആ പ്രോപ്പർട്ടിയിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഹീസ് വെരി ഫാർ ഫ്രം റിച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രെഡ് വിൻസിയെക്കാളും മേരി ഗാർത്ത് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ, സോഷ്യൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മേരി ഗാർത്തിൻ്റെ ഫാദറായിട്ടുള്ള കലൈബ് ഗാത്തും എങ്ങനെയാണ്, റിച്ച് ഒന്നുമല്ല, പക്ഷേ വളരെ ജനറസ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റാണ് അദ്ദേഹം. ഓവറോൾ ഒരു ഗുഡ് മാനാണ് അദ്ദേഹം. ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എല്ലാ മനുഷ്യരെയും വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ ഹി ഹാസ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ. മേരിയാണ് അതിൽ മോസ്റ്റ് പ്രോമിനൻറ്റ്. പിന്നെ ഫ്രെഡ് എന്ന് പറയുന്നത് ആരാണ്? ഫ്രെഡ് എങ്ങനെയാണ്? ഫ്രെഡ് ബിക്കം ഹിസ് അപ്രൻറ്റൈസ് എപ്പോഴാണ്? വെൻ ഹി ക്ലീൻസ് അപ്പ് ഹിസ് ആക്ട്. നമ്മൾ പറഞ്ഞു, ഫ്രെഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഫ്രെഡ് ആദ്യം തുടക്കത്തിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്പെൻത്രിഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണെങ്കിലും പിന്നീട് ബെറ്റർ ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബെറ്റർ ആവാൻ വേണ്ടി അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള മേരി ഗാർത്താണ്. അപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ ആക്ട്സൊക്കെ ക്ലീനപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കലൈബ് ഗാർത്തിൻ്റെ ഒരു അപ്രൻറ്റൈസ് ആയിട്ട് മാറുന്നുണ്ട് നമ്മുടെ ആര്, ഫ്രെഡ് അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്ന ആരെയാണ്? കലൈബ് ഗാർത്തിൻ്റെ ഭാര്യ, മേരി ഗാർത്തിൻ്റെ അമ്മയായിട്ടുള്ള മിസ്സിസ് ഗാർത്തിനെയാണ്. അവരൊരു ഓണസ്റ്റ് ആയിട്ടുള്ള അപ്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അതുപോലെ തന്നെ അവരുടെ സ്വന്തം കുട്ടികളെയും കുറച്ച് ലെസൺസൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വില്ലേജിലെ ബാക്കി കുട്ടികളെയും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ പൈസയൊക്കെ ഏൺ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർ റെസ്പോൺസിബിലിറ്റി, എഡ്യൂക്കേഷൻ, ഓണസ്റ്റി പോലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ ഈ പറഞ്ഞ ട്രെയ്റ്റ്സൊക്കെ ഉറപ്പായിട്ടും അവരുടെ മക്കൾക്കും പകർന്നു കൊടുത്തിട്ടുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവർ ഒരു ഹാർഡ് ജഡ്ജാണ് ദാൻ ഹർ ഹസ്ബൻഡ്. എന്നിരുന്നാൽ പോലും അവർ തമ്മിൽ നല്ലൊരു വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു മേരി ഗാർത്ത് ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു. ആരുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്? ഫെദർസ്റ്റോണിൻ്റെ കൂടെ സ്റ്റോൺ കോർട്ടിലാണ് ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫെദർസ്റ്റോണിനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. മിസ്റ്റർ ഫെദർസ്റ്റോൺ ആരാണ്? സ്റ്റോൺ കോർട്ടിൻ്റെ ഓണറാണ്. ഭയങ്കര കാശുകാരനാണ്. ആൻഡ് റിലേറ്റഡ് ടു ബോത്ത് ദ വിൻസീസ് ആൻഡ് ദ ഗാർട്സ്. ഈ രണ്ട് ഫാമിലിയായിട്ടും അദ്ദേഹത്തിന് എന്തുണ്ട്? ബന്ധമുണ്ട്. എങ്ങനെയാണ് ആ ബന്ധം? അദ്ദേഹത്തിൻ്റെ 2 മാരേജസ്. ഹി ഹാഡ് 2 മാരേജസ്. ആ 2 മാരേജസും എങ്ങനെയാണ്? ചൈൽഡ്ലെസ് മാരേജസ് ആയിരുന്നു. ആ മാരേജസിലൂടെയാണ് ഈ 2 ഫാമിലീസുമായിട്ട് അദ്ദേഹത്തിന് ബന്ധം വരുന്നത്. ഹിസ് എ സ്റ്റോൺ അൺകൈൻഡ് ഓൾഡ് മാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറേ കാശുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ കാശെല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ത്രെട്ടാണ് അദ്ദേഹത്തിൻ്റെ കാശ് എന്ന് പറയുന്നത്. ഹി യൂസസ് ഹിസ് വെൽത്ത് ആസ് എ ത്രെറ്റ് ടു അതർ പീപ്പിൾ. അതുപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത്, അദ്ദേഹത്തിന് 2 കല്യാണത്തിലും മക്കളില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സണ്ണുണ്ട്, മിസ്റ്റർ റിഗ്. ഈ റിഗിന് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ആക്ട്, അതായത് ഫെദർസ്റ്റോൺ കുറേ കാശുണ്ട് അയാളുടെ എസ്റ്റേറ്റ് അയാളുടെ ഇല്ലെജിറ്റിമേറ്റ് സണ്ണായിട്ടുള്ള റിഗിന് കൊടുക്കുന്ന ഈ ഒരു ആക്ട് വിൻസി ഫാമിലിയെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ഫെദർസ്റ്റോണിൻ്റെ ഇല്ലെജിറ്റിമേറ്റ് സണ്ണായിട്ടുള്ള മിസ്റ്റർ റിഗിനെയാണ്. അദ്ദേഹത്തിന് ഹീസ് ഡിസ്ലൈക്ഡ് ബൈ ദ പീപ്പിൾ ഇൻ മിഡിൽ മാർച്ച്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കോമൺ ഒറിജിൻ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ഔട്ട്സ്റ്റാൻഡറാണ്, ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോമൺ ഒറിജിൻ കുറച്ച് പ്രശ്നമുള്ളതാണ്, ഇല്ലെജിറ്റിമേറ്റ് സണ്ണായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ മിഡിൽ മാർച്ചിലെ ആൾക്കാർക്ക് ഇയാളോട് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യാണ് ആൻഡ് അക്കൗണ്ടൻസി മാറ്റേഴ്സൊക്കെ ഹാൻഡിൽ ചെയ്യാണ്. അദ്ദേഹം ഈ ഒരു സ്റ്റോൺ കോർട്ട് മിസ്റ്റർ ബ്ലഡ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരാൾക്ക് വിൽക്കുകയാണ്. ഹീ സ്റ്റോൺ ആൻഡ് അതുപോലെ നോട്ട് വെരി സോഷ്യൽ ബട്ട് നോട്ട് എസ് മീൻ എസ് ഹിസ് ഫാദർ. അയാൾ സോഷ്യലല്ല, അദ്ദേഹത്തിൻ്റെ ഒറിജിൻ
റൂട്ട്സ് കാരണം അദ്ദേഹത്തിന് മിഡിൽ മാർച്ചിലെ ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല, അദ്ദേഹം ഒരു ഔട്ട്സൈഡറാണ്. അതൊക്കെ ശരി തന്നെയാണ്. എന്നിരുന്നാൽ പോലും അച്ഛനെ പോലെ അത്രയും മീനല്ല. പക്ഷേ കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതക്കാരനാണ്. അദ്ദേഹത്തിനാണ് അച്ഛൻ്റെ ഫെദർസ്റ്റോണിൻ്റെ പ്രോപ്പർട്ടീസും എല്ലാം കിട്ടുന്നത്. അത് അദ്ദേഹം വിൽക്കുന്നുണ്ട് ടു മിസ്റ്റർ ബൾസ്റ്റോഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മിസ്റ്റർ റിഗിനെ പറ്റി നമ്മൾ കാണുന്നത്. അപ്പം അദ്ദേഹം റിഗ് അച്ഛനായിട്ടുള്ള ഫെദർസ്റ്റോണിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു കോട്ട ആർക്ക് വിറ്റു എന്ന് പറഞ്ഞു? ബൾസ്റ്റോഡിന് വിറ്റു എന്ന് പറഞ്ഞു. BULSTRODE, മിസ്റ്റർ ബൾസ്റ്റോ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. മിസ്റ്റർ ബൾസ്റ്റോ എന്ന് പറയുന്ന മിഡിൽ മാർച്ചിലെ മറ്റൊരു പ്രോമിനൻറ്റ് ഫിഗറാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു ബാങ്ക് ഉണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്, വേറെയും കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്, കുറേ കാശുണ്ട്, പ്രോസ്പെറസ് ആണ്, അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഭയങ്കര അബ്സേർഡ്ലി പയസ് ആണ്. അതിൻ്റെ ആ ഒരു ആക്ട് അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം കാരണം ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹത്തിനെ പറ്റി കുറച്ച് അൺപോപ്പുലർ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണുള്ളത്. ഹീസ് വെരി അൺപോപ്പുലർ വിത്ത് മെനി പീപ്പിൾ. മാർച്ചിലെ പല ആൾക്കാർക്കും അദ്ദേഹത്തിന് അറിയില്ല. ഹീസ് വെരി അൺപോപ്പുലർ വിത്ത് മെനി പീപ്പിൾ. പിന്നെ നമ്മൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ വൈഫാണ് മിസ്സിസ് ബൾസ്റ്റോഡ്. ഈ മിസ്സിസ് ബൾസ്റ്റോഡ് എന്ന് പറയുന്നത് വിൻസിയുടെ സിസ്റ്ററാണ്. അവർ വളരെ നല്ലൊരു സ്ത്രീയാണ്, ഓണസ്റ്റാണ്, അപ്സ്റ്റാൻഡിങ് ആണ്, ഫെയ്ത്ത്ഫുള്ളാണ്. അതുപോലെ തന്നെ ഗുഡ് അറ്റ് വാലുവേറ്റിംഗ് അതർ പീപ്പിൾ. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ, ബാക്കി ആൾക്കാർ, അതുപോലെ അവരുടെ അഫയേഴ്സ്, ഇതിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ അവർ ഭയങ്കര മിടുക്കിയാണ്. ഷീ ഗീവ്സ് എക്സലൻറ്റ് അഡ്വൈസസ് ടു റോസമോണ്ട്. എന്തിനെ പറ്റിയാണ്? കല്യാണം കഴിക്കുന്നതിനെ പറ്റി. അതുപോലെ വിൻസിക്കും റൊസമോണ്ടിനും ഒക്കെ ഒരുപാട് അഡ്വൈസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയാണ് ഇവർ. അവരുടെ ഹസ്ബൻഡ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിന് കുറേ കാശൊക്കെ ഉണ്ട്, ഇപ്പോൾ പ്രോസ്പെറസ് ആണ്. അദ്ദേഹം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ലണ്ടനിലാണ്. പക്ഷേ ഷീ ഈസ് എ ട്രൂ മിഡിൽ മാർച്ചർ. അതായത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ലോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് മിഡിൽ മാർച്ചിൽ അവർക്ക്. അങ്ങനെ ഷീ ഈസ് എ ട്രൂ മിഡിൽ മാർച്ചർ. ഇനി നമ്മൾ കാണുന്നത് മിസ്സസ് വാല്യൂനെയാണ്. മിസ്റ്റർ ഫെദർസ്റ്റോണിൻ്റെ സിസ്റ്ററാണ് ഈ പറയുന്ന മിസ്സസ് വാല്യൂ, VAULE. ഈ ഫെദർസ്റ്റോണിൻ്റെ സിസ്റ്ററൊക്കെ ആണെങ്കിലും ഫെദർസ്റ്റോണിന് അവരെ ഇഷ്ടമില്ല. അവർ വരുന്നത് ഇയാൾ മരിക്കുമ്പോൾ മാത്രമാണ് ഇയാളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അതായത് അദ്ദേഹത്തിന് കുറേ കാശുണ്ടല്ലോ, ആ വില്ലിൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇയാൾ മരിക്കുമ്പോൾ അവരങ്ങോട്ടേക്ക് വരുന്നത്. അവരൊരു റാദർ അൺപ്ലസൻറ്റ് വുമൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അതുപോലെ നോട്ട് എ ഗുഡ് കമ്പനി നല്ലൊരു സ്ത്രീ ആയിട്ടല്ല അവരെ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ കാണുന്ന ഫെയർബ്രദറിനെയാണ്. അദ്ദേഹം വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഗുഡ് മാൻ ആണ്. ഹീസ് ഓൾസോ ഹ്യൂമൻ ആൻഡ് വുഡ് ബി ദ ഫസ്റ്റ് ടു സേ സോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹീസ് ഇൻ ദ ക്ലർജി ആൻഡ് ഹീ മേക്സ് എ വെരി ലിറ്റിൽ മണി. കാശിന് അങ്ങനെ അത്യാഗ്രഹം എന്നുള്ള മനുഷ്യനല്ല, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും അതുപോലെ ഓണ്ടിനെയും അതുപോലെ സിസ്റ്ററിനെയും ഒക്കെ അയാൾക്ക് കിട്ടുന്ന ഈ കുഞ്ഞു കാശ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വിച്ച് ഈസ് ബിറ്റ് ഓഫ് സ്ട്രെയിൻ. അദ്ദേഹത്തിന് ഒരു നല്ല ഫ്രണ്ട് ഉണ്ട്. ആരാണ് ഈ ഫ്രണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ ലാഡിസ്ലോ ലൈഗേജ് ആണ്. ഈ ലൈഗേജ് മാത്രം അല്ല, ബാക്കി പലരുമായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹവും നമ്മുടെ മേരി ഗാർത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് ഷീ റിഗാർഡ്സ് ഹിം ഹൈലി. ഇനി നമ്മൾ കാണുന്നത് മിസ്റ്റർ തൈക്കിനെയാണ്. ആ ഏരിയയിൽ തന്നെയുള്ള മറ്റൊരു ക്ലർജി മാനാണ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് അല്ല, എന്തായാലും പറയാണ് കേട്ടോ. ത്രൂ ഹിസ് പ്രീച്ചിങ് അവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു ക്ലർജി മാനാണ്, ആ ഏരിയയിലുള്ളൊരു ക്ലർജി മാനാണ്. ആൻഡ് ഫേവേർഡ് ബൈ ബ്ലഡ്സ്റ്റോഡ്. പിന്നെ ഇനി അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളത്? അവിടുത്തെ ഹോസ്പിറ്റലിലെ ചപ്പേലിയൻ ആയിട്ടുള്ള പൊസിഷൻ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇത് ഫെയർബ്രദറിന് കിട്ടേണ്ടിയിരുന്ന ഒരു പൊസിഷനാണ്. പക്ഷേ മിസ്റ്റർ ടൈക്കിനാണ് കിട്ടുന്നത് ഡ്യൂ ടു സം പൊളിറ്റിക്കൽ റീസൺസ്. ഇനി വരുന്നത് നൗമാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട്, NAUMANN. അത് നമ്മുടെ വില്ലിൻ്റെ ഒരു പെയിൻറ്റർ ഫ്രണ്ടാണ്. അയാളൊരു പെയിൻറ്ററാണ് ഇൻ റോം. ഡൊറോത്തിയുടെ ബ്യൂട്ടി അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ട്രംബുലുണ്ട്, TRUMBULL. അദ്ദേഹം ടൗണിലെ ഓപ്ഷനെയറാണ്. അതുപോലെ തന്നെ ഫെദർസ്റ്റോണിൻ്റെ ബിസിനസ് അഡ്വൈസറൊക്കെയാണ്. എല്ലാവരെക്കാളും ഫെദർസ്റ്റോണിനെ കുറച്ചും കൂടി അറിയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫെദർസ്റ്റോൺ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വില്ലിൽ എല്ലാം റിഗിനാണല്ലോ കൊടുത്തിട്ടുള്ളത്. റിഗ് അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ മനുഷ്യനാണ്, ട്രംബുലിനാണ്. ഇനി നമ്മൾ കാണുന്നത് മിസ്സസ് റാഫൽസ് ആണ്. റിഗിൻ്റെ സ്റ്റെപ്പ് ഫാദർ ആണ്. ആൻഡ് ഈസ് എ ഗുഡ് ഫോർ നത്തിങ് കൈൻഡ് ഓഫ് പേഴ്സൺ. ഈ ബ്ലഡ്സ്റ്റോണിൻ്റെ ഒരു ഫോമർ ബിസിനസ് പാർട്ട്ണർ കൂടിയാണ് മിസ്റ്റർ റാഫൽസ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലഡ്സ്റ്റോണിൻ്റെ ഫോമറായിട്ടുള്ള ബിസിനസ് പാർട്ട്ണറായിട്ട് ഇരുന്നു കൊണ്ട് ഇയാളെ ബ്ലഡ്സ്റ്റോണിനെ കുറേ മോശമായിട്ടുള്ള ഡിസ്റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രേഡിലൊക്കെ ഇയാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് വരുന്നുമുണ്ട്.
അങ്ങനെ അവസാനം ബ്ലഡ് സ്റ്റോണിൻ്റെ പേരൊക്കെ കളങ്കപ്പെടുത്താനൊക്കെ ഇയാൾക്ക് സാധിക്കുന്നുണ്ട്. അവസാനം അയാളുടെ കെയറിൽ തന്നെ കിടന്നുകൊണ്ട് മദ്യപാനം കാരണം മരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി കാണുന്നത് ക്രിസ്റ്റി ഗാർത്തിനെയാണ്. ഗാർത്തിൻ്റെ ഓൾഡസ്റ്റ് സണ്ണാണ്. ഒരു റിയൽ അക്കാഡമിക് എക്സലാണ് അദ്ദേഹം. അതായത് കുറേ ലാംഗ്വേജസിലും അതർ സബ്ജക്ട്സിലുമൊക്കെ അക്കാഡമിക്കലി അടിപൊളിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. റെസ്പോൺസിബിളാണ്, അപ്രൈറ്റ് ആണ്. നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ ലൈഗേറ്റിനെയാണ്. ക്യാപ്റ്റൻ ലൈഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് ഗേറ്റിൻ്റെ ഫിൽത്തി വെൽത്തി എയർ ഹെഡഡ് കസിനാണ്. അതുപോലെ തന്നെ ലൈറ്റ് ഗേറ്റ് ഇയാളെ പറ്റി കെയർ ചെയ്യുന്നേ ഇല്ല, ഈ കസിനെ പറ്റി കെയർ ചെയ്യുന്നേ ഇല്ല. പക്ഷേ റൊസമൗണ്ട് ഇയാളെ പറ്റി കെയർ ചെയ്യുന്നുണ്ട്. കാരണം റൊസമൗണ്ടിനെ ഒരുപാട് ഇയാൾ അഡ്മയർ ചെയ്യുന്നുണ്ട്, അഡോർ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ അവർക്ക് എപ്പോഴും ഈ അഡ്മിറേഷനൊക്കെ താല്പര്യമുള്ള ലേഡിയാണ്. ലോട്ട്സ് ഓഫ് അറ്റൻഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയാളെ കസിനായിട്ടുള്ള ലൈറ്റ് ഗേറ്റ് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി റൊസമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. ഇനി ഗോഡ്വിൻ ലൈഗേറ്റ് ഉണ്ട്. ലൈഗേറ്റിൻ്റെ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഒരു അങ്കിളാണ് അദ്ദേഹം. ഇദ്ദേഹം എന്ത് ചെയ്യാണ്, റൊസമൗണ്ടിന് ഒരു ലോൺ വേണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ റിജക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഹീസ് നോട്ട് ജനറസ് അറ്റ് ഓൾ. ഇനി നമ്മൾ കാണുന്നത് മിസ് നോബിളാണ്. ഫെയർ ബ്രദർ ഓണ്ട് ആണ്, ഹു ഹാസ് നെവർ മാരീഡ്. ഭയങ്കര കൈൻഡ്ലി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. വില്ലിൻ്റെ ഭയങ്കര നല്ലൊരു ഫ്രണ്ടാണ് അവർ. ഇനി നമ്മൾ കാണുന്ന നെഡ് പ്ലൈബ്ഡെയിലാണ്. നമ്മുടെ റൊസമൗണ്ടിൻ്റെ ഒരു വെയിൻ സ്വീറ്ററാണ്. വെയിൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അയാളെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ കുറച്ചും കൂടി ഫിനാൻഷ്യലി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട്. പോയിട്ട് തിരിച്ചെന്ന് വേറെ കല്യാണം കഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ കാണുന്നത് മിസ്സസ് പ്ലെയിംഡെയിലാണ്. ഈ നെഡിൻ്റെ മദറാണ്. തൻ്റെ മകനെ പറ്റി ഭയങ്കര പ്രൗഡായിട്ട് പൊങ്ങച്ചമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, മകൻ്റെ സക്സസിനെ പറ്റി ഇങ്ങനെ പൊങ്ങച്ചമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് മിസ്സസ് പ്ലെയിംഡെയിൽ എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ റൊസമൗണ്ട് സ്വന്തം മകനെ റിജക്റ്റ് ചെയ്തു എന്ന കാര്യത്തിൽ അവളോട് കുറച്ച് ദേഷ്യമൊക്കെ ഇവർ മനസ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞിട്ടേ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ട് നോവൽ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ആദ്യം ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ടെങ്കിൽ ഇത്രയും പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് നോവലിൻ്റെ സമ്മറിയിലേക്ക് പോകാം. ഓക്കെ.